ദിവ്യ, തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഒരു തലമുറ മാറ്റത്തിന്റെ പാതയിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഇംഗ്ലണ്ടിലേക്ക് ആദ്യ പര്യടനത്തിനായി പോയത്. കാരണം ശുഭ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പടം, അത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നുമില്ലാത്ത പുതിയൊരു തലമുറ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതുതലമുറ ഇംഗ്ലണ്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം വിമർശകർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്, നോക്കൂ, കോഹ്ലി ഇല്ലാത്ത ഇന്ത്യ, രോഹിത് ഇല്ലാത്ത ഇന്ത്യ, അങ്ങനെയൊരു ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ, ഇംഗ്ലണ്ടിനെ വിറപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഓവൽ മൈതാനത്ത് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ മത്സരം ജയിച്ചു എന്നതിനേക്കാൾ ഉപരിയായി ഈ പരമ്പരയിൽ ഞങ്ങൾ ഒപ്പത്തിനൊപ്പം എത്തി എന്ന് പറയാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഇംഗ്ലണ്ടിനെ പിടിച്ച് വരിഞ്ഞു മുറുക്കി എന്ന് പറയാൻ പറ്റുന്ന ഒരു ജയമാണ് ഇന്നത്തെ ഈ ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ദീർഘകാലത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ, ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ അധികാരരായ കളിക്കാർ, താരങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കളിച്ചിരുന്ന ആളുകൾ അവരുടെ ഒരു ക്രിക്കറ്റ് യാത്ര അവർ അവസാനിപ്പിച്ചതിന് ശേഷം തീർത്തും പുതിയ മുഖങ്ങൾ, അല്ലെങ്കിൽ ഒരു പുതിയ 10-15 വർഷത്തേക്ക് മുന്നിൽ കണ്ടുള്ള ഒരു ടീമിനെയാണ് ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് വിട്ടത്. അതിനുള്ള ഒരു റിസൾട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല, പുതുതലമുറയുടെ വിജയം എന്നൊറ്റ വാക്കിൽ പറയാല്ലേ നമുക്ക്? തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതുതലമുറയുടെ ഒരു വിജയം തന്നെയാണ് യഥാർത്ഥത്തിൽ. ഈ സമനിലയ്ക്ക് പോലും ജയത്തോളം പോകുന്ന ഒരു ആവേശമുണ്ട് ആ തരത്തിൽ നോക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ വിക്കറ്റുകൾ എന്ന് പറയുന്നത്, ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് ക്രിക്കറ്റ് വിക്കറ്റുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ എന്നും പരാജയത്തിന്റെ രുചി അറിയുന്ന മണ്ണാണ്. അവരുടെ പേസ് ബോളേഴ്സിനെ നേരിടാൻ, പ്രത്യേകിച്ച് അങ്ങനത്തെ വിക്കറ്റിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത്, ലോർഡ്സിലൊക്കെ പന്ത് തിരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണല്ലോ. വളരെ ടഫായിട്ടുള്ള ഒരു വിക്കറ്റാണ്. യഥാർത്ഥത്തിൽ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് താരത്തിന്റെ കഴിവ് അളക്കുന്ന ഏറ്റവും ഒരു സാഹചര്യമാണ് ഈ ഇംഗ്ലണ്ടിലെ വിക്കറ്റുകൾ, പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെയും ഇംഗ്ലണ്ടിലെയും വിക്കറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ശുഭകരമായ ഒരു തുടക്കം ശുഭ്മൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം കിട്ടി എന്നുള്ളതാണ്.